സാംസ്കാരിക രംഗത്ത് കൊടുവള്ളി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണല്ലോ. ഒരുപാട് പരിപാടികൾ കൊടുവള്ളി നടക്കാറുണ്ട്. ആ പരിപാടികൾക്കൊക്കെ ഒരു ഓപ്പൺ സ്റ്റേജ് എന്ന നിലയിൽ കുറെ മുന്നേ നമ്മുടെ കൊടുവള്ളിയിൽ നിലയുണ്ടായിരുന്നു. നിലവിലുള്ള ഓപ്പൺ സ്റ്റേജ് പൊളിച്ചു മാറ്റുകയും എന്നാൽ അത്തരം സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കാതെ കൊടുവള്ളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ പുറകോട്ടടിക്കുന്ന ഒരു നിലപാടല്ലേ നിലവിൽ നമ്മുടെ നഗരസഭ എടുക്കുന്നത്? കൊടുവള്ളിയിലെ സാംസ്കാരിക രംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പൺ സ്റ്റേജ് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് അത് പൊളിച്ചു മാറ്റി പകരം സംവിധാനം ഒരുക്കാൻ ഇപ്പോഴും ഒരു ആലോചന പോലും നടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി. അതിപ്പോഴും ഒരു മുനിസിപ്പൽ കെട്ടിടമാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറി എത്തണമെങ്കിൽ കുത്തനെയുള്ള ഇരുമ്പ് കോണി കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്താൻ. പക്ഷേ സാധാരണക്കാരായ പ്രായമുള്ള ആളുകൾക്കൊന്നും തന്നെ അവിടെ എത്തുകയും ഈ ലൈബ്രറിയുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും കഴിയാത്ത ഒരവസ്ഥയാണ് LDF മുന്നോട്ട് വെക്കുന്നു. നമ്മളിപ്പോഴുള്ള പഴയ ജീപ്പ് സ്റ്റാൻഡ് പരിസരത്തെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ നമ്മൾ നല്ലൊരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് LDFൻ്റെ പ്രകടന പത്രികയിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു മിനി പാർക്ക്, ഓപ്പൺ സ്റ്റേജ്, ബിൽഡിങ്ങിൽ മിനി കോൺഫറൻസ് ഹാൾ, കരിയർ ഗൈഡൻസിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ യുവജനങ്ങൾ, ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് അറ്റ് ഹോം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ ഒരു നോമിനൽ പൈസ വാങ്ങിക്കൊണ്ട് വർക്ക് സ്പേസുകൾ ഒരുക്കുക. ആ ജീപ്പ് സ്റ്റാൻഡ് പരിസരം ഇപ്പോഴും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാം.